രാഷ്ട്രീയ അനിശ്ചിതത്വം തുടരുന്ന മഹാരാഷ്ട്രയിൽ ദേവേന്ദ്ര ഫട്നാവിസ് സർക്കാർ എന്ന് വിശ്വാസ വോട്ട് തേടണം എന്നതിൽ സുപ്രീം കോടതി അല്പസമയത്തിനകം വിധി പറയും. ഇപ്പോൾ വിധി പ്രസ്താവം കോടതി വായിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ജസ്റ്റിസ് എൻ വി രമണ അധ്യക്ഷനും ജസ്റ്റിസുമാരായ അശോക് ഭൂഷൺ, സഞ്ജീവ് ഖന്ന എന്നിവരുമടങ്ങിയ ബെഞ്ചാണ് വിധി പറയുക. ഇപ്പോൾ കേസിൽ വിധി പ്രസ്താവം വായിച്ചുകൊണ്ടിരിക്കുകയാണ് കോടതി. രാധാകൃഷ്ണനുണ്ട് വിശദാംശങ്ങളുമായി. രാധാകൃഷ്ണൻ, ഏറെ നിർണായകമാണ് ഇന്നിപ്പോൾ കോടതിയിൽ നിന്ന് വരാൻ പോകുന്ന പ്രഖ്യാപനം. ഇപ്പോൾ വിധി പ്രസ്താവം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നൽകാനുള്ള വിവരങ്ങൾ മറ്റെന്തൊക്കെ? അനുജ, ജസ്റ്റിസ് എൻ വി രമണയാണ് വിധി പ്രസ്താവം നടത്തുന്നത്. 3 അംഗ ബെഞ്ചാണ് ഇപ്പോൾ അസംബിൾ ചെയ്തിട്ടുള്ളത്. ഈ വിധി പ്രസ്താവം വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ. കേസിന് ആദ്യം ഈ വിധിയുടെ ഏറ്റവും ആദ്യമായിട്ട് ആമുഖമായിട്ട് പറയുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ കാര്യങ്ങളും കക്ഷികൾ നിരത്തിയിട്ടുള്ള വാദങ്ങളും ഒക്കെയാകും. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഓപ്പറേറ്റീവ് പാർട്ടിലേക്ക് എത്താൻ ഒരുപക്ഷെ ഒരു ചെറിയ നിമിഷങ്ങൾ വേണ്ടിവരും. ഏതായാലും വിധി പ്രസ്താവം ആരംഭിച്ചു കഴിഞ്ഞു. രണ്ട് പക്ഷത്തെ സംബന്ധിച്ചും വലിയ നിർണായകമാണ് ഈ വിധി എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രധാനപ്പെട്ട നേതാക്കൾ, കോൺഗ്രസിൻ്റെയും ഒപ്പം BJPയുടെയും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇതിനകം കോടതിയിലെത്തിയിട്ടുണ്ട്. മഹാസഖ്യത്തിൻ്റെ ഭാഗമായിട്ടുള്ള അശോക് ചൗഹാൻ അടക്കമുള്ളവരാണ് ഇതിനകം തന്നെ കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, ഇന്നലെ 162 പേരുടെ പിന്തുണ അവകാശപ്പെട്ടുകൊണ്ട് ഒരു പരേഡ് മുംബൈയിൽ നടന്നിരുന്നു. ഇത് അടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കാനായിട്ടുള്ള ശ്രമം നടന്നെങ്കിലും ഇത് അനുവദിക്കാതെയാണ് വിധി പ്രസ്താവത്തിലേക്ക് ബെഞ്ച് എന്നതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഏതായാലും വിധി പ്രസ്താവം അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ ഓപ്പറേറ്റീവ് പാർട്ടിലേക്ക് കടക്കും. ജസ്റ്റിസ് രമണയാണ് വിധി പ്രസ്താവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കേസിന് ആധാരമായിട്ടുള്ള സംഭവങ്ങളെക്കുറിച്ചും അതിനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ചുമാണ് ജസ്റ്റിസ് രമണ ഇപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേസ് സുപ്രീം കോടതിയെ സംബന്ധിച്ച് തുടർച്ചയായിട്ടുള്ള ഗവർണർ എടുത്ത നിർണയവുമായി ബന്ധപ്പെട്ടിട്ട് തുടർച്ചയായി എത്തുന്ന കേസുകളുടെ കൂട്ടത്തിലേക്ക് ഈ കേസും സ്ഥാനം പിടിച്ചിരിക്കുന്നു. നാളെ വിശ്വാസ വോട്ട് നടക്കണം എന്ന ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ജസ്റ്റിസ് എൻ വി രമണ ഈ ഉത്തരവ് പറഞ്ഞിരിക്കുന്നു. നാളെ മഹാരാഷ്ട്രയിൽ വിശ്വാസ വോട്ടെടുപ്പ് നടത്തണം എന്ന പ്രഖ്യാപനം കോടതി നടത്തിയിരിക്കുന്നു. നാളെ മഹാരാഷ്ട്രയിൽ വിശ്വാസ വോട്ടെടുപ്പ് നടത്തണമെന്നത് ജസ്റ്റിസ് എൻ വി രമണ അധ്യക്ഷനായ ബെഞ്ച് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏറ്റവും സുപ്രധാനമായ വിധി പ്രഖ്യാപനമാണ് സുപ്രീം കോടതിയിൽ നിന്നിപ്പോൾ ഉണ്ടായിരിക്കുന്നത്. നാളെ മഹാരാഷ്ട്രയിൽ വിശ്വാസ വോട്ടെടുപ്പ് നടത്തണമെന്നതാണ്. രാധാകൃഷ്ണൻ, ഇതിലിപ്പോൾ ഒരു സംശയം ബാക്കിയുള്ളത് ഒരുപക്ഷെ ഒരു കോമ്പോസിറ്റ് ഫ്ലോർ ടെസ്റ്റ് എന്ന രീതിയിലേക്ക് ഇത് പോകാനുള്ള സാധ്യതയുണ്ടാകുമോ എന്നൊക്കെ നിരീക്ഷകർ വിലയിരുത്തിയിരുന്നു. അതായത് ഒന്നിലധികം കക്ഷികൾ ഭൂരിപക്ഷമുണ്ട് എന്ന അവകാശവാദം ഉന്നയിക്കുമ്പോൾ അവർക്ക് എല്ലാവർക്കും ഭൂരിപക്ഷം തെളിയിക്കുന്നതിനുള്ള അവകാശം, അത്തരത്തിലേക്ക് എന്തെങ്കിലും കോടതി പറയുന്നുണ്ടോ? അനുജ, അങ്ങനെയല്ല. നിലവിലുള്ള സർക്കാരിന് ഭൂരിപക്ഷം തെളിയിക്കാൻ നാളെ വൈകിട്ട് 5 മണി വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. നിലവിൽ അനുവദിച്ചിരിക്കുന്ന സമയം, ഗവർണർ അനുവദിച്ചിരുന്ന സമയം 30-ാം തീയതി വരെ ആയിരുന്നു എങ്കിൽ ആ സമയമാണ് ഇപ്പോൾ ചുരുക്കിയിരിക്കുന്നത്. നാളെ വൈകിട്ട് 5 മണിക്ക് മുൻപായി, അത് ചർച്ചയുണ്ടെങ്കിലും ശരി ചർച്ചയില്ലെങ്കിലും ശരി, വൈകിട്ട് 5 മണിക്ക് മുമ്പായിട്ട് സഭയ്ക്ക് മുമ്പാകെ സത്യപ്രതിജ്ഞ ചെയ്യാനായിട്ടുള്ള ഈ വിശ്വാസ വോട്ട് തേടാനായിട്ടുള്ള നടപടികൾ പൂർത്തിയാക്കണം. അങ്ങനെ തെളിയിച്ചാൽ മാത്രമേ ദേവേന്ദ്ര ഫട്നാവിസിന് തുടരാൻ സാധിക്കൂ. അല്ലെങ്കിൽ ഗവർണർക്ക് നടപടിയെടുക്കേണ്ടി വരും. ഗവർണർക്ക് സുപ്രീം കോടതിയുടെ കാലപരിധി സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശം അനുസരിക്കാൻ ഗവർണർ ബാധ്യസ്ഥമാണ്. കാരണം ഇത് കുതിരക്കച്ചവടമടക്കമുള്ള വിവിധ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടപ്പെട്ട സ്ഥിതിയിലേക്ക് ആ സാഹചര്യം സുപ്രീം കോടതി ശരിവയ്ക്കുന്ന വിധത്തിലാണ് തീരുമാനം പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ നാളെ ഈ വിശ്വാസ വോട്ട് തേടാനായി നിർബന്ധിതമായിരിക്കുകയാണ് ദേവേന്ദ്ര ഫട്നാവിസിന്റെ സർക്കാർ. 24 മണിക്കൂർ, കേവലം 24 മണിക്കൂർ സമയം അടക്കം വേണം എന്നതൊക്കെ മറുവിഭാഗം ഉന്നയിച്ചിരുന്നല്ലോ. ആവശ്യങ്ങളൊക്കെ അംഗീകരിച്ചിരിക്കുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ, രാധാകൃഷ്ണൻ? ലൈവ് ടെലികാസ്റ്റ് വേണം എന്നുള്ള കാര്യം കൂടി കോടതി പറഞ്ഞിരിക്കുന്നു. ലൈവ് ടെലികാസ്റ്റും അനുവദിച്ചിരിക്കുകയാണ് കോടതി. സീക്രട്ട് ബാലറ്റ് വേണ്ട എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു. സീക്രട്ട് ബാലറ്റ് വേണ്ട, ലൈവ് ടെലികാസ്റ്റ് വേണം എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫലത്തിൽ BJP പ്രതീക്ഷിച്ചിരുന്നത്, അല്ലെങ്കിൽ ദേവേന്ദ്ര ഫട്നാവിസ് പ്രതീക്ഷിച്ചിരുന്നത്, സീക്രട്ട് ബാലറ്റ് അടക്കമുള്ള വിഷയങ്ങളിൽ ഒരുപക്ഷെ നിയോഗിക്കപ്പെടുന്ന ഗവർണറെ മുൻനിർത്തി തീരുമാനമെടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇനിയും നിലനിൽപ്പിനുള്ള സാധ്യത
ഉണ്ടായിരുന്നു എന്നതായിരുന്നെങ്കിൽ കോടതി അതിന് അനുകൂലമായിട്ട് ചിന്തിക്കുന്നില്ല. സീക്രട്ട് ബാലറ്റ് വേണ്ട എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല ലൈവ് ടെലികാസ്റ്റ് വേണം എന്ന നിലപാടിലേക്കും കോടതി എത്തിയിരിക്കുന്നു. ഇത് നമുക്ക് കൃത്യമായിട്ട് തന്നെ പറയാൻ സാധിക്കും, ഇത് ഭരണപക്ഷം പ്രതീക്ഷിച്ചിരുന്നതല്ല, ദേവേന്ദ്ര ഫഡ്നാവിസ് പ്രതീക്ഷിച്ചിരുന്ന ഒരു വിധിയല്ല നടന്നിരിക്കുന്നത്. 27-ാം തീയതി വൈകിട്ട് 5 മണിക്ക് മുമ്പായിട്ട് ഫ്ലോർ ടെസ്റ്റ് നടത്തണം, നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. വലിയ പ്രതിഫലനങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു വിധിയാണ്. മഹാരാഷ്ട്രയെ സംബന്ധിച്ച് കൂടുതൽ സമയത്തേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. പ്രത്യേകിച്ച് 162 പേരുടെ പിന്തുണ ഉണ്ട് എന്ന് ഇതിനകം ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടി വന്നിരിക്കുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ നിർണായകമാവുകയാണ്. ഭരണപക്ഷത്തിന് അല്ലെങ്കിൽ ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ സർക്കാരിന് വലിയ വെല്ലുവിളിയാണ് ഈ സാഹചര്യം ഉയർത്തുന്നത്. നമ്മോടൊപ്പം ലിജോ കൂടി ചേരുന്നു. ലിജോ, കോടതി നടപടികൾക്ക് സാക്ഷ്യം വഹിച്ചതിന് ശേഷമാണ് വന്നിരിക്കുന്നത്. ലിജോ, എന്തൊക്കെയായിരുന്നു എന്ന് കോടതി പറഞ്ഞു? വളരെ നിർണായകമായ ചില കാര്യങ്ങൾ കോടതിയുടെ ഭാഗത്തുണ്ടായി. പാർലമെന്ററി ജനാധിപത്യത്തിൽ കോടതി ഇടപെടേണ്ടത് അവസാന ശ്രമത്തിൽ മാത്രമാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഇടപെടുന്നതെന്നാണ് ജസ്റ്റിസ് NV രമണ പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് ഫലം വന്ന് ഏതാണ്ട് 1 മാസമായിട്ടും MLA-മാരുടെ സത്യപ്രതിജ്ഞ നടത്താൻ പോലും കഴിയാതെ മഹാരാഷ്ട്രയിൽ ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണ്. അതുകൊണ്ട് തന്നെ വിശ്വാസ വോട്ടെടുപ്പ് വേഗത്തിൽ നടത്തണം എന്നുള്ള തീരുമാനത്തിലേക്ക് കോടതി എത്തുകയായിരുന്നു. വിശ്വാസ വോട്ടെടുപ്പ് നടത്തുമ്പോൾ അത് പ്രോടൈം സ്പീക്കറുടെ നേതൃത്വത്തിലാണ് നടത്തേണ്ടത്. MLA-മാരുടെ സത്യപ്രതിജ്ഞ വേഗത്തിൽ നടത്തണം. ഒപ്പം തന്നെ ഇത് ലൈവ് ടെലികാസ്റ്റിംഗ് ആണ് ഇക്കാര്യത്തിൽ നടത്തേണ്ടത്. രഹസ്യ ബാലറ്റ് പാടില്ല എന്നുള്ള കാര്യവും കോടതി പറഞ്ഞു. ഒരുപക്ഷെ കോൺഗ്രസ്, NCP, ശിവസേന അവരുടെ ഹർജി ഏതാണ്ട് അംഗീകരിച്ച തരത്തിൽ, അതായത് ലൈവ് ടെലികാസ്റ്റിംഗ് വേണം, അതോടൊപ്പം തന്നെ പ്രോടൈം സ്പീക്കറുടെ നേതൃത്വത്തിൽ വളരെ വേഗത്തിൽ വിശ്വാസ വോട്ടെടുപ്പ് നടത്തണം എന്നുള്ള ആവശ്യം കോടതി ഇപ്പോൾ അംഗീകരിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ BJP ദേവേന്ദ്ര ഫഡ്നാവിസ് ഉന്നയിച്ച 14 ദിവസത്തെ സമയം വേണം, സ്പീക്കർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ വിശ്വാസ വോട്ടെടുപ്പ് നടത്താവൂ തുടങ്ങിയ കാര്യങ്ങൾ കോടതി അംഗീകരിച്ചിട്ടില്ല. നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പായി മുഴുവൻ നടപടിക്രമങ്ങളും, അതായത് സത്യപ്രതിജ്ഞയും അതിനുശേഷമുള്ള വിശ്വാസ വോട്ടെടുപ്പും പൂർത്തിയാക്കണം എന്നുള്ളതാണ് കോടതി ഇന്നിപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത്. ലിജോ, ഇക്കാര്യത്തിൽ ഇനി പ്രോടൈം സ്പീക്കറുടെ ഒരു കാര്യത്തിലാണ്, എന്തായാലും നിയമസഭ ചേരണം എന്ന് പറഞ്ഞ സ്ഥിതിക്ക് പ്രോടൈം സ്പീക്കർ ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിലേ പോകില്ല. അപ്പം സ്വാഭാവികമായിട്ടും സുപ്രീം കോടതി അതിനൊരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ, അതോ വ്യവസ്ഥാപിതമായിട്ടുള്ള രീതിയിൽ ഏറ്റവും മുതിർന്ന അംഗം പ്രോടൈം സ്പീക്കർ ആകുന്ന രീതിയിലേക്കാകുമോ കാര്യങ്ങൾ? അത്തരത്തിൽ തന്നെയാണ് സാധാരണ നടക്കുന്ന കീഴ്വഴക്കം പോലെ തന്നെ ഏറ്റവും മുതിർന്ന അംഗം, നിയമസഭയിലെ ഇപ്പോഴത്തെ ഏറ്റവും മുതിർന്ന അംഗം പ്രോടൈം സ്പീക്കർ ആയിക്കൊണ്ടായിരിക്കും നാളത്തെ നടപടിക്രമങ്ങൾ നടക്കുക. അക്കാര്യത്തിൽ കൂടുതൽ കോടതി മറ്റു കാര്യങ്ങൾ പ്രോടൈം സ്പീക്കറുടെ കാര്യത്തിൽ പറഞ്ഞിട്ടില്ല. അത് മുതിർന്ന അംഗം തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ കീഴ്വഴക്കം തന്നെ ആയിരിക്കും നാളെ നടക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഈ അപേക്ഷ നൽകുന്ന ഘട്ടത്തിൽ മഹായുതി സഖ്യം ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മഹാവികാസ് അഘാഡി ഉന്നയിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക കുതിരക്കച്ചവടം ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയായിരുന്നു. കോടതി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും നിരീക്ഷണം നടത്തിയോ? കുതിരക്കച്ചവടത്തിന് ആധാരമായിട്ടുള്ള സംഭവമാണോ ഈ സമയം കുറയ്ക്കാനായിട്ടുള്ള തീരുമാനത്തിലേക്ക് കോടതിയെ പ്രേരിപ്പിച്ചത്? ഇക്കാര്യത്തിൽ കോടതി പറഞ്ഞൊരു ശ്രദ്ധേയമായ കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പാർലമെന്ററി ജനാധിപത്യത്തിൽ കോടതി ഇടപെടേണ്ടത് അതിൻ്റെ അവസാന സമയത്താണ്. അതായത് അക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ ജനാധിപത്യപരമായ കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നില്ലെങ്കിൽ, പാർലമെന്ററി നടപടിക്രമങ്ങൾ അക്കാര്യത്തിൽ കൃത്യമായി നടക്കുന്നില്ലെങ്കിൽ മാത്രമാണ് കോടതി ഇടപെടേണ്ടത്. ആ ഘട്ടമായിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് മറ്റു കാര്യങ്ങളിലേക്ക് കോടതി കടന്നിട്ടില്ല എന്നുള്ളതാണ് ആ വിധി പ്രസ്താവം. അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം മാത്രമാണ് ഇപ്പോൾ ജസ്റ്റിസ് NV രമണ വായിച്ചിരിക്കുന്നത്. മറ്റു കാര്യങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് അല്പസമയത്തിനകം നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്ന. വിധി പകർപ്പിലാണ് മറ്റ് കാര്യങ്ങൾ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. തീർച്ചയായിട്ടും അനുജ, സുപ്രീം കോടതി ഇന്ന് എടുത്തിരിക്കുന്ന തീരുമാനം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ഏറെ നിർണായകമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. നിലവിലുള്ള സർക്കാരിന്റെ ഭാവി അത് നിശ്ചയിക്കും. ഇപ്പോഴുള്ള ഒരു സാഹചര്യം മഹാരാഷ്ട്രയിൽ രാധാകൃഷ്ണൻ, ഈ മഹാ അഘാഡി സഖ്യം ഉന്നയിച്ച മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഗവർണർക്കെതിരെയാണ്. അജിത് പവാർ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് ഒരു രാഷ്ട്രപതി ഭരണം പിൻവലിക്കുകയും മന്ത്രിസഭാ രൂപീകരണത്തിന് അവരെ ക്ഷണിക്കുകയും ഒക്കെ ചെയ്ത ആ ഗവർണറുടെ നടപടിക്കെതിരെ കൂടി ഇവർ കോടതിയിൽ പോയി അതുകൂടി ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽമേൽ ഇപ്പോൾ കോടതി ഗവർണർക്ക് അതിനുള്ള അധികാരമുണ്ട് എന്ന തരത്തിലേക്ക് തന്നെയാണോ ഇപ്പോൾ നാളെ വിശ്വാസ വോട്ടെടുപ്പ് നടത്തണമെന്ന് കോടതി പറയുമ്പോൾ ഗവർണറുടെ ആ ഒരു നടപടി ചോദ്യം ചെയ്യപ്പെടുന്നില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഗവർണറുടെ അധികാരത്തിൽ ചോദ്യം ചെയ്യലൊന്നും ഈ വിധിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഫലത്തിൽ സുപ്രീം കോടതി പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പാർലമെന്ററി ജനാധിപത്യത്തിന്, നേരത്തെ ലിജോ സൂചിപ്പിച്ചതുപോലെ തന്നെ പാർലമെന്ററി ജനാധിപത്യത്തിന് അപകടകരമാകുന്ന വിധത്തിൽ ഏതെങ്കിലും പ്രവണതയുണ്ടായാൽ അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് സുപ്രീം കോടതി ഇടപെടുന്നത് എന്നതാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥ സുപ്രീം കോടതിക്ക് മഹാരാഷ്ട്രയിൽ നിന്ന് കാണാൻ സാധിക്കുന്നു. ഇത് വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്
സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതായത് സുപ്രീം കോടതി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഹാരാഷ്ട്രയിൽ നടക്കുന്ന എല്ലാ സംഭവ വികാസങ്ങളെയും നോക്കിക്കാണുന്നു. ഇതിൻ്റെ വസ്തുതകൾ സുപ്രീം കോടതിക്ക് മുന്നിലുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇടപെടേണ്ട സാഹചര്യമാണ് എന്ന് ബോധ്യപ്പെടുന്നത് കൊണ്ടാണ് സുപ്രീം കോടതി ഈ സമയപരിധി 27 നാളെ വൈകിട്ട് 5 മണിക്ക് മുൻപായി നിശ്ചയിക്കുന്നത് എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ മറ്റേതെങ്കിലും ചട്ടത്തിൽ സുപ്രീം കോടതി ഇടപെടാനായിട്ട് തയ്യാറായിട്ടില്ല എന്നുള്ളത് ശ്രദ്ധിക്കേണ്ടതാണ്. സത്യപ്രതിജ്ഞ അടക്കമുള്ള കാര്യങ്ങളിൽ സുപ്രീം കോടതി ഉണ്ടാകണം എന്ന് തന്നെയാണ് സുപ്രീം കോടതി നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം വേഗത്തിൽ പൂർത്തിയാക്കി നിലവിൽ പാർലമെന്ററി ജനാധിപത്യത്തിന് അപകടകരമാകുന്ന പ്രവണതകൾ ഉള്ള സാഹചര്യത്തിൽ അതിന് വിരുദ്ധമായിട്ടുള്ള നടപടി എന്ന രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസ വോട്ട് നേടുക എന്നുള്ളത് തന്നെയാണ്. വിശ്വാസ വോട്ട് തേടാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ഭൂരിപക്ഷമുള്ള ഒരു സർക്കാർ ഉണ്ടാകണം എന്ന നിർബന്ധം കോടതിക്കുണ്ട്. അല്ലെങ്കിൽ ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് എന്ന നിരീക്ഷണത്തിലേക്കാണ് സുപ്രീം കോടതി പോയിരിക്കുന്നത്. വിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിശദാംശങ്ങൾ വിധിപ്പകർപ്പ് അല്പസമയത്തിനകം ലഭ്യമാകുന്നതോടുകൂടി നമുക്ക് നൽകാൻ സാധിക്കും. ഏറ്റവും പ്രതികരിക്കുന്നുണ്ട് അതിലേക്ക്. അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സഖ്യ സർക്കാർ രൂപീകരണത്തിനൊക്കെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് നേതൃത്വം വഹിച്ചിരുന്ന ആൾ കൂടിയാണ് KC വേണുഗോപാൽ. രാധാകൃഷ്ണൻ, ഇപ്പോൾ ഈ സത്യപ്രതിജ്ഞ എത്രയും വേഗം നടത്തണം MLA മാരുടേത് എന്നതടക്കം മറ്റെന്തൊക്കെ ഇതുമായി കൂട്ടിച്ചേർത്തുകൊണ്ട് കോടതി പറയുന്നുണ്ട്? സത്യപ്രതിജ്ഞ നടത്തണം എന്നതിന് ഉപരിയായിട്ട് കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിലാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യങ്ങളുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സീക്രട്ട് ബാലറ്റ് വേണ്ട എന്ന നിർദ്ദേശം കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നു. സീക്രട്ട് ബാലറ്റ് ഇല്ലാതെ തെരഞ്ഞെടുപ്പ് നടത്തുമ്പോൾ വേറെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു മാറ്റം നിലവിലുള്ള സാഹചര്യത്തിൽ NCPയുടെയോ അല്ലെങ്കിൽ ശിവസേന അടക്കമുള്ള പാർട്ടികളിലെയോ അംഗങ്ങൾക്ക് MLA മാർക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല. ഇത് BJPയെ സംബന്ധിച്ച് വലിയ നമ്മൾ പല ഘട്ടങ്ങളിലും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്ന ഘട്ടത്തിലും BJP നേതൃത്വത്തെ സമീപിക്കുമ്പോൾ അവർ ഉയർത്തിയ വാദത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള സീക്രട്ട് ബാലറ്റ് അനുവദിക്കും എന്ന പ്രതീക്ഷയായിരുന്നു അവർക്കുണ്ടായിരുന്നത്. അങ്ങനെ സീക്രട്ട് ബാലറ്റ് അനുവദിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള MLA മാരിൽ കുറെ അധികം പേരെയെങ്കിലും തങ്ങൾക്ക് അനുകൂലമാക്കി കൊണ്ടുവരാൻ സാധിക്കും എന്ന പ്രതീക്ഷ അവർ കാണിക്കുകയും ചെയ്തിരുന്നു. ഇത് അസ്ഥാനത്താക്കുന്ന ഒരു ഇടപെടലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല ലൈവ് ടെലികാസ്റ്റ് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകണം എന്നത് ഈ മഹാവികാസ് അഘാഡി മുന്നോട്ട് വെച്ച നിർദ്ദേശമായിരുന്നു. ഈ വിധത്തിൽ സുപ്രീം കോടതി അതിന്റെ വിധി പ്രസ്താവത്തിലൂടെ ഇതും അംഗീകരിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വിവിധ നേതാക്കന്മാരുടെ പ്രതികരണങ്ങൾ വന്നു തുടങ്ങുന്നു. സോണിയാഗാന്ധിയുടെ പ്രതികരണമാണ് ഏറ്റവും ആദ്യമായി വന്നിരിക്കുന്നത്. സോണിയാഗാന്ധി ഈ വിധി സ്വാഗതം ചെയ്യുന്നു. ഈ വിധിയിൽ തങ്ങൾക്ക് വിശ്വാസമുണ്ട്, അല്ലെങ്കിൽ ഈ വിധി വഴി തങ്ങൾക്ക് മഹാരാഷ്ട്രയിൽ ഭൂരിപക്ഷം നേടാൻ സാധിക്കും എന്ന വിശ്വാസമാണ് സോണിയാഗാന്ധി ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രകടിപ്പിച്ചിരിക്കുന്നത്. വിവിധ കോണുകളിൽ നിന്ന് സമ്മിശ്രമായിട്ടുള്ള പ്രതികരണം വരുന്നു. ദേവേന്ദ്ര ഫഡ്നാവിസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം അല്പസമയത്തിനകം ഉണ്ടാകും. ഏതായാലും മഹാരാഷ്ട്രയെ സംബന്ധിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിലനിന്നിരുന്ന ഇപ്പോൾ രാധാകൃഷ്ണൻ രഹസ്യ ബാലറ്റ് പാടില്ല എന്നതടക്കം കോടതി പറയുന്ന ആ കാര്യങ്ങളൊക്കെ എത്രത്തോളം നിർണായകമാകും? കഴിഞ്ഞ ദിവസം തന്നെ നമുക്കറിയാം ശരത് പവാർ അദ്ദേഹം കൂറുമാറ്റ നിരോധന നിയമത്തെക്കുറിച്ചൊക്കെ പരാമർശിച്ചുകൊണ്ടാണ് വാർത്താ സമ്മേളനം നടത്തിയത്. സുപ്രീം കോടതിയിൽ നിന്ന് സുപ്രധാനമായ വിധി പ്രഖ്യാപനമാണ് ഉണ്ടായിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ നാളെ വിശ്വാസ വോട്ടെടുപ്പ് നടത്തണം. നാളെ വൈകിട്ട് 5 മണിക്ക് മുൻപ് വിശ്വാസ വോട്ടെടുപ്പ് നടത്തണമെന്നതാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. രഹസ്യ ബാലറ്റ് പാടില്ല, ഒപ്പം തന്നെ തത്സമയ സംപ്രേഷണം കൂടി വേണമെന്നതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ലിജോ വർഗീസ് തുടരുന്നുണ്ട്. ലിജോ, ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യം, ഇപ്പോൾ രഹസ്യ ബാലറ്റ് പാടില്ല എന്നതടക്കം കോടതി പറയുന്ന നിർദ്ദേശങ്ങൾ, അത് കൂറുമാറ്റ നിരോധന നിയമം ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ശരത് പവാർ വാർത്താ സമ്മേളനത്തിനിടെ പ്രസ്താവന നടത്തുകയുണ്ടായി. ഈ രഹസ്യ ബാലറ്റ് പാടില്ല എന്നൊക്കെ പറയുന്നത് തീർച്ചയായും ഇത്തരം കാര്യങ്ങളൊക്കെ നിയമപരമായുള്ള കാര്യങ്ങളിലേക്കൊക്കെ നോക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതല്ലേ? തീർച്ചയായും ഇക്കാര്യത്തിൽ ശിവസേനയും NCPയും അതുപോലെ തന്നെ കോൺഗ്രസും ചേർന്ന് നൽകിയ ഹർജിയിൽ ആ ഹർജിക്കാർക്ക് അവർ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായി കോടതി കേൾക്കുകയും അതിനനുസരിച്ചുള്ള നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമ്മോടൊപ്പം സുപ്രീം കോടതി അഭിഭാഷകൻ MR അഭിലാഷ് ചേരുന്നുണ്ട്. ഇത് വളരെ കൃത്യമായി ഹർജിക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്ന തരത്തിലായിരുന്നില്ല ഇന്നത്തെ കോടതിയുടെ? തീർച്ചയായിട്ടും വളരെ വ്യക്തമായി, അതായത് സുപ്രീം കോടതിയുടെ മുൻകാല വിധിന്യായങ്ങളുടെ ചുവട് പിടിച്ച് ഉള്ള ഒരു ഉത്തരവായിരുന്നു.
ഗവർണറുടെ അധികാരത്തിൽ കോടതി വീണ്ടും ഇടപെട്ടിരിക്കുകയാണ്. അതാണ് ഈ ഉത്തരവിനെ അടിവരയിടുന്നത്. ഗവർണറുടെ അധികാരത്തിൽ കോടതി ഇടപെട്ടിരിക്കുകയാണ്. സഭയുടെ തളമാണ് ആർക്കാണ് വിശ്വാസമുണ്ടെന്ന് തീരുമാനിക്കേണ്ട വേദി. അത് കോടതി മുറിയോ രാജ്ഭവനോ അല്ല എന്നുള്ള സന്ദേശമാണ് നൽകുന്നത്. പ്രോട്ടം സ്പീക്കർ ഇത് നടത്തണമെന്നൊരു നിഷ്കർഷിച്ചതിലൂടെ സന്ദേശം വളരെ വ്യക്തമാണ്. ഗവർണറുടെ അധികാരത്തിൽ ഇടപെടാൻ കോടതിക്ക് കഴിയും, സഭയിൽ നടക്കുന്ന കാര്യങ്ങളിൽ ഇടപെടാൻ കോടതിക്ക് കഴിയും. ഇതെല്ലാം ജുഡീഷ്യൽ റിവ്യൂവിന് വിധേയമാണ്. ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിധി കോൺസ്റ്റിറ്റ്യൂഷൻ ഡേയിൽ തന്നെ വന്നു എന്നത് വളരെ പ്രസക്തമായ കാര്യമാണ്. ഒരു ശുഭകരമായ ഒരു തീരുമാനം, ജനാധിപത്യ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന ഒരു വിധി. ഇന്നലെ വളരെ കൃത്യമായി ഈ വിശ്വാസ വോട്ടെടുപ്പ് എന്ന കാര്യത്തിലേക്ക് മാത്രം ചുരുങ്ങിയാണ് ഇന്നലെ വാദം കേട്ടത്. അങ്ങനെ തന്നെയാണോ ഈ കേസിന്റെ ബാക്കി ഉണ്ടാവുക, അതോ ഗവർണറുടെ നടപടിക്രമങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ചോദ്യം ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ഇനി വാദം ഉണ്ടാവും? അത്തരത്തിൽ എന്തെങ്കിലും നിയമ തലങ്ങളുണ്ടോ? കോടതി മുറി എക്സ്ട്രീംലി ക്രൗഡഡ് ആയിരുന്നതുകൊണ്ട് അകത്തേക്ക് കയറുവാൻ കഴിഞ്ഞിരുന്നില്ല. ഓപ്പറേഷണൽ പാർട്ട് വായിച്ചതിനെക്കുറിച്ച് പറഞ്ഞറിവ് മാത്രമാണ് പുറത്തു വന്നപ്പോൾ ഉള്ളത്. അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള നിഷ്കർഷയൊന്നും കൊടുത്തതായിട്ട് അറിവില്ല. ഇനി വിശദമായിട്ടുള്ള ജഡ്ജ്മെൻറ്റ് വരുമ്പോൾ മാത്രമേ, അപ്ലോഡ് ചെയ്യുമ്പോൾ മാത്രമേ അത് സംബന്ധിച്ച് അറിയാൻ കഴിയൂ. എനിക്ക് തോന്നുന്നു ക്രിട്ടിക്കൽ ലീഗൽ ഇഷ്യൂസൊക്കെ കോടതിയുടെ റിട്ട് പെറ്റീഷനിലുള്ളത് പെൻഡിങ് ആയിരിക്കും. ഇതൊരു ഇൻറ്ററിം ഡയറക്ഷനായിട്ടാണ് കണക്കാക്കേണ്ടത്. ഹർജിക്കാരുടെ ഏതാണ്ട് പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഗവർണറുടെ അധികാരത്തിലടക്കം വളരെ കൃത്യമായൊരു ഇടപെടൽ കോടതി നടത്തിയതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇനി ഹർജിക്കാർ മുമ്പോട്ട് പോകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. അല്ല, ഇതിനകത്ത് ലീഗൽ ഇഷ്യൂസ് തീർച്ചയായിട്ടും റിട്ട് പെറ്റീഷനിൽ പെൻഡിങ് ആണ്. അത് സംബന്ധിച്ച് പിന്നീട് കോടതി ഹിയർ ചെയ്യുന്നുണ്ടാകും. അവരാ റേസ് ചെയ്ത ലീഗൽ ക്വസ്റ്റ്യൻസ് അത് തീർച്ചയായിട്ടും പരിഹരിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അതിൻ്റേതായ സമയമെടുത്ത് തന്നെ അത് പരിഹരിക്കപ്പെടുന്നുണ്ടാവും. തീർച്ചയായും ഇക്കാര്യത്തിൽ കോടതി ഇന്ന് എടുത്തിരിക്കുന്ന നിലപാട് വളരെ കൃത്യമായ ഹർജിക്കാർക്ക് അനുകൂലമായ തരത്തിലാണ്. നാളെ വൈകുന്നേരം 5 മണിക്ക് മുമ്പ് MLA-മാരുടെ സത്യപ്രതിജ്ഞയും ഇവിടെ ഇപ്പോൾ ലിജോ, ഗവർണർ ദേവേന്ദ്ര ഫട്നാവിസിനെ മന്ത്രിസഭാ രൂപീകരണത്തിനായി ക്ഷണിച്ച ആ നടപടിയിൽ കോടതി ഇടപെട്ടിട്ടില്ല. വിശ്വാസ വോട്ടെടുപ്പ് നടത്തണമെന്ന് പറയുന്നു. പക്ഷേ 30-നകം വിശ്വാസ വോട്ടെടുപ്പ് നടത്തുക എന്ന ഗവർണറുടെ ആ നടപടിയിൽ കോടതി ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. അതായത് അവശ്യഘട്ടത്തിൽ ഗവർണർ കൈക്കൊണ്ടിട്ടുള്ള തീരുമാനത്തിൽ ജുഡീഷ്യറിക്ക് ഇടപെടാം എന്ന ഒരു സന്ദേശം കൂടി ഇതിലൂടെ സുപ്രീം കോടതി നൽകിയിരിക്കുകയാണ്. നാളെ ഉണ്ടാകുന്ന നടപടിക്രമങ്ങൾ എന്നത് സ്വാഭാവികമായും സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്ന ദേവേന്ദ്ര ഫട്നാവിസ് മുഖ്യമന്ത്രിയെ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്ന ആ സർക്കാരിന് ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യമാണ് നാളെ പരിശോധിക്കുക. അത്തരത്തിലൊരു അവിശ്വാസ പ്രമേയം വരികയും ആ പ്രമേയത്തിന്മേൽ ചർച്ചയും അതിനുശേഷം അത് വോട്ടെടുപ്പിലൂടെ ആർക്കാണ് ഭൂരിപക്ഷം എന്ന് തെളിയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നാളെയുള്ള നടപടിക്രമങ്ങൾ. അതായത് ദേവേന്ദ്ര ഫട്നാവിസിന് ഭൂരിപക്ഷമുണ്ടോ എന്നുള്ളത് തെളിയിക്കണം, നാളെ സഭയ്ക്കുള്ളിൽ തെളിയിക്കണം എന്നുള്ളതാണ് കോടതിയുടെ ഇന്നത്തെ ഉത്തരവ്. അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങളായിരിക്കും കോടതിയിൽ ഉണ്ടാവുക. സ്വാഭാവികമായും നാളെ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ സർക്കാർ താഴെപ്പോവും, മറ്റൊരു സർക്കാർ രൂപീകരിക്കേണ്ട സാഹചര്യമുണ്ടാവും. അത്തരത്തിലാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ നാളെ ഉണ്ടാവുക. ഏതായാലും ദേവേന്ദ്ര ഫട്നാവിസിന്റെ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത നടപടിയെ ചോദ്യം ചെയ്യുന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഭൂരിപക്ഷം ഉണ്ടോ എന്ന് ആദ്യം അത് തെളിഞ്ഞതിന് ശേഷമാണ് ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കോടതി കടക്കുക, അല്ലെങ്കിൽ നിയമപരമായ അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരം. അങ്ങനെയെങ്കിൽ ഈ വിശ്വാസ വോട്ടെടുപ്പ് നിയന്ത്രിക്കുക ആരായിരിക്കും? പ്രോട്ടം സ്പീക്കർ ആണോ? അങ്ങനെയെങ്കിൽ ആ തെരഞ്ഞെടുപ്പൊക്കെ ഇനി നടത്തേണ്ടതില്ലേ? സാധാരണയായി ഇക്കാര്യത്തിലുള്ള ഒരു കീഴ്വഴക്കം, കാലാകാലങ്ങളായുള്ള കീഴ്വഴക്കം, നിയമസഭയിൽ ഏറ്റവും മുതിർന്ന അംഗം ആയിരിക്കും പ്രോട്ടേം സ്പീക്കറായി അദ്ദേഹത്തെ ആയിരിക്കും തെരഞ്ഞെടുക്കുക. അദ്ദേഹത്തെ ഏറ്റവും മുതിർന്ന അംഗത്തെ കണ്ടെത്തി അദ്ദേഹത്തെ തെരഞ്ഞെടുത്ത് അദ്ദേഹം വളരെ വേഗത്തിൽ ആ തെരഞ്ഞെടുപ്പ് നടക്കും. അതിന് മറ്റേതെങ്കിലും തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ആവശ്യമില്ല. ഏറ്റവും മുതിർന്ന അംഗത്തെ പ്രോട്ടേം സ്പീക്കറാക്കി വെക്കുകയും അദ്ദേഹം MLA-മാരുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടപടി പ്രകാരം അത് പൂർത്തിയാക്കും. അതിനുശേഷം അവിശ്വാസ പ്രമേയം ഉണ്ടാവും. ആ പ്രമേയത്തിന്മേൽ ചർച്ച ഉണ്ടാവും. ചർച്ചയ്ക്ക് ശേഷം വോട്ടെടുപ്പ് നടക്കും. വോട്ടെടുപ്പിന്റെ കാര്യത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് രഹസ്യ ബാലറ്റ് ആയിരിക്കില്ല, അതിന് ലൈവ് ടെലികാസ്റ്റിംഗ് വേണം എന്നുള്ള കാര്യം വളരെ കൃത്യമായി കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കർണാടകയിലും ഇതുപോലെ തന്നെയായിരുന്നു. ലൈവ് ടെലികാസ്റ്റിംഗ് മുഖേനയാണ് ഇക്കാര്യത്തിൽ കോടതി അന്ന് ആ തീരുമാനം പറയുകയും അതിനനുസരിച്ച് ലൈവ് ടെലികാസ്റ്റിംഗ് മുഖേന വോട്ടെടുപ്പ് നടക്കുകയാണ് ചെയ്തത്. അന്നാണ് യെദ്യൂരപ്പയ്ക്ക് ഭൂരിപക്ഷമില്ലാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തത്. അത്തരത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെയും നടപടിക്രമങ്ങൾ. സാധാരണയുള്ള കീഴ്വഴക്കങ്ങൾ പോലെ തന്നെ കാര്യങ്ങൾ നടക്കും. ഒപ്പം തന്നെ ലൈവ് ടെലികാസ്റ്റിംഗിലൂടെ ആയിരിക്കും വോട്ടെടുപ്പ് നടക്കുക എന്നുള്ള കാര്യവും നടത്തണം എന്നുള്ള കാര്യം കോടതി ഇന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട്. രാധാകൃഷ്ണൻ കൂടിയുണ്ട്. രാധാകൃഷ്ണൻ, ഇനിയിപ്പോൾ ഈ വിശ്വാസ വോട്ടെടുപ്പ് ശശി തരൂരിന്റെ പ്രതികരണത്തിലേക്ക്. अच्छी रिएक्शन है, मतलब होने दीजिए, कल साबित हो जाएगा कि कौन की मेजॉरिटी है, अच्छी बात है. लेकिन आज तो हमारी प्रोटेस्ट सिर्फ उस विषय पे नहीं, कॉन्स्टिट्यूशन को जब एक सरकार और दूसरे हाथ से कॉन्स्टिट्यूशन की सेलिब्रेशन हो जा रहे हैं, हम तो यहाँ अम्बेडकर साहब को मान के यही खड़े हैं.
ഇന്ന് ഭരണഘടനാ ദിനവുമായി ബന്ധപ്പെട്ട പ്രതിപക്ഷ കക്ഷികൾ ഒന്നടങ്കം പ്രതിഷേധിക്കുക കൂടി ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ശശി തരൂരിന്റെ പ്രതികരണം. കോടതിയിൽ നിന്നുള്ള ഉത്തരവ് സ്വാഗതാർഹമാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തിരിക്കുന്നു. രാധാകൃഷ്ണൻ തുടരുന്നുണ്ട്. രാധാകൃഷ്ണൻ, ഇപ്പോൾ ഇനി നാളെ 5 മണിക്ക് മുൻപ് വിശ്വാസ വോട്ടെടുപ്പ് നേടുക എന്ന കടമ്പ കടക്കുക എന്നത് തീർച്ചയായും BJP സംബന്ധിച്ച് അത് എത്തരത്തിലാണ് പ്രായോഗികമാവുക? കാരണം 170 പേരുടെ പിന്തുണയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്താണ് അവർ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ഇന്നലെയൊക്കെ പിന്നീട് മഹാഅഘാടി സഖ്യത്തിന്റെ ഭാഗത്തു നിന്ന് അവർ തങ്ങളുടെ MLA-മാരെ മുഴുവൻ ഹാജരാക്കുകയും മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി എത്തരത്തിലേക്കാകും കാര്യങ്ങൾ നീങ്ങുക? അനുജ, ഇനി മറ്റ് അത്ഭുതങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ കാര്യങ്ങളെല്ലാം നമുക്ക് ഊഹിക്കാവുന്ന വിധത്തിൽ തന്നെ അവസാനിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ മഹാവികാസ് അഘാഡിക്ക് 162 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. ആ പിന്തുണ അവർ സത്യവാങ്മൂലത്തിലൂടെ ഉറപ്പാക്കുകയും സത്യപ്രസ്താവത്തിലൂടെ ഈ അംഗങ്ങളെ കൊണ്ട് പറയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ സഭയിൽ മറ്റൊരു രീതിയിലുള്ള ഇടപെടൽ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയില്ല. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് BJP നേതൃത്വത്തിൽ നിന്ന് ലഭിക്കുന്ന സൂചന അനുസരിച്ച് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ചർച്ച നടന്നതിന് ശേഷം അവസാനം സർക്കാർ രാജിവെക്കാനായിട്ടുള്ള ഒരു തീരുമാനമായിരിക്കും കൈക്കൊള്ളുക. ഈ ഒരു വിശ്വാസ വോട്ട് തേടാൻ മിനക്കെടാതെ അവസാനം പറയാനുള്ള മറുപടി സഹിതം പറഞ്ഞ് സർക്കാർ രാജിവെക്കുന്നു എന്ന പ്രഖ്യാപനം നടത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. ഇതിന് ശേഷം 3 പാർട്ടികളും ചേർന്ന ത്രികക്ഷി സർക്കാർ മഹാരാഷ്ട്രയിൽ അധികാരത്തിൽ വരുന്ന ഒരു സാഹചര്യത്തിലേക്കാകും കാര്യങ്ങൾ പോവുക. ഗവർണറെ സംബന്ധിച്ച് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇടപെടൽ കൂടി സുപ്രീം കോടതി നടത്തിയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരത്തിൽ സാഹചര്യം ഒരുക്കാൻ മാത്രമേ ഗവർണർക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും അത്ഭുതം, ഇപ്പോഴും നമുക്ക് പറയാവുന്നതുപോലെ മറ്റേതെങ്കിലും ഒരു അത്ഭുതം, ആ വാക്ക് നമുക്ക് ശ്രദ്ധിക്കേണ്ടതാണ്. കാര്യം BJP നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഈ ചരടുവലികൾക്കെല്ലാം ഇപ്പോഴും അമിത്ഷയാണ് നേതൃത്വം നൽകുന്നത്. നാരായൺ റാണയും ഇന്ന് രാധാകൃഷ്ണൻ VK പാട്ടീലും ഇന്ന് വീണ്ടും അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു. കൂടുതൽ MLA-മാരുമായി ബന്ധപ്പെടാനും സംസാരിക്കാനുമായിട്ടുള്ള നിർദ്ദേശമാണ് അവർക്ക് നൽകിയിരിക്കുന്നത് എന്ന അറിവാണ് നമുക്ക് ലഭിക്കുന്നത്. ഇതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ എന്തെങ്കിലും അത്ഭുതങ്ങൾ സംഭവിച്ചുകൂടാ എന്നല്ല, പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യത തുലവും കുറവാണ് എന്ന് വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക മാത്രമേ നമുക്ക് നിർവാഹമുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ വൈകിട്ടോടുകൂടി 5 മണിയോടുകൂടി ദേവേന്ദ്ര ഫഡ്നാവിസ് സർക്കാർ രാജിവെക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. തുടർന്ന് ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിലുള്ള മഹാവികാസ് അഘാഡിയുടെ സർക്കാർ ചുമതലയേൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും. സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവകാശവാദം ഗവർണറെ സന്ദർശിച്ച് ഇതിനകം ഉന്നയിച്ചു കഴിഞ്ഞു എന്ന നിലപാടാണ് മഹാവികാസ് അഘാഡി മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു അവകാശവാദം ഉന്നയിക്കാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകില്ല. മറിച്ച് പ്രധാനമായ ഉത്തരവാണ് സുപ്രീം കോടതിയിൽ നിന്ന് വന്നിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ നാളെ വൈകിട്ട് 5 മണിക്ക് മുൻപ് വിശ്വാസ വോട്ടെടുപ്പ് നടത്തണമെന്നതാണ് കോടതിയുടെ ഉത്തരവ്. തത്സമയ സംപ്രേഷണം ഉണ്ടാകണം, ഒപ്പം തന്നെ രഹസ്യ ബാലറ്റ് പാടില്ല എന്നതടക്കം മറുഭാഗം മഹാഅഘാടി സഖ്യം ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നത്. BJP-യെ സംബന്ധിച്ച് കൂടുതൽ സമയം വിശ്വാസ വോട്ടെടുപ്പ് വേണ്ടി അനുവദിക്കണമെന്ന ആ ആവശ്യമാണ് ഇപ്പോൾ തള്ളിയിരിക്കുന്നത്. BJP-ക്ക് ഇത് തിരിച്ചടിയാണ്. നാളെ ഒരുപക്ഷെ ഇവർക്ക് വിശ്വാസം നേടാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഉണ്ടാവുക എങ്കിൽ 5 മണിക്ക് മുൻപ് തന്നെ ഈ സർക്കാർ രാജിവെക്കുകയും ഒരുപക്ഷെ ഉദ്ധവ് താക്കറെയുടെ നേതൃത്വത്തിൽ പുതിയ മന്ത്രിസഭ അധികാരമേൽക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നതാണ് ഞങ്ങളുടെ പ്രതിനിധികൾ റിപ്പോർട്ട് ചെയ്യുന്നത്.